ഞാനിപ്പോൾ ഷിർദിയിലാണ്. ഷിർദിയിൽ നിന്ന് ഞാനിപ്പോൾ ശനീശ്വർ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിദേവൻ്റെ ഇതാണ്. അപ്പോൾ അത് കാണാൻ പോവാണ്. इसका नाम क्या है? साबूदाना खिचड़ी. साबूदाना खिचड़ी दही के साथ है. ഇതാണ് മഹാരാഷ്ട്രയിലെ ഒരു ഫുഡാണ്. സാബുദാന കിച്ചടി എന്ന് പറയും. തൈര് എന്നാണ്. സാബുദാന കിച്ചടി നല്ല ടേസ്റ്റി ഫുഡാണ് മഹാരാഷ്ട്രയിലെ സാബുദാന കിച്ചടി. आप कभी देखो शनीश्वर देश. अच्छा, शनीश्वर मंदिर. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാനിപ്പോൾ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ ശനിദേവൻ്റെ ഒരു അമ്പലമുണ്ട്. അവിടത്തേക്കാണ് പോകുന്നത്. പോവാം. നീലാജൻ ഓക്കെ. ഉള്ളിലേക്ക് വേ ടു ടെമ്പിൾ. देवस्थान way to temple. ഓയിൽ ഇവിടെ ഒഴിക്കണം. ഓയിൽ ഇവിടെ ഒഴിച്ചിട്ട് എന്താ ഇഷ്ടംപോലെ ഓയിൽ. എന്നിട്ട് അത് നേരെ പോയിട്ട് ഇതാ കാണുന്ന ശനീശ്വരൻ്റെ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തിൽ ഇങ്ങനെ വീഴും. അല്ലെങ്കിൽ നേരിട്ടും നമുക്ക് ശനീശ്വരൻ്റെ അവിടെ പോയിട്ട് ഒഴിക്കാം. ആളുകൾ ഒഴിക്കുന്നതാണ് ഇതിൽ. അപ്പോൾ അത് പക്ഷേ 500 രൂപയാണ് ഒരാൾക്ക് വില. मोबाइल
ഇതാണ് ശനീശ്വര ദേവാം. ലോകത്തിൽ തന്നെ ആകെയുള്ള ഒരു വിഗ്രഹ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. ശനീശ്വര ഭഗവാന്റെ ആണ്. சொல்லி இருக்குதில்ல. அவனே നമ്മൾ ശനീശ്വരൻ്റെ എന്താ പറയുക ആ ഇതിൽ നമ്മൾ ദർശനം കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ഒരു പ്രസാദം വാങ്ങിക്കാൻ പോകുന്നു. ബർഫി പ്രസാദമാണ്, 20 രൂപയുടെ. പോയി നോക്കാം എന്താണ്. ബർഫിയുടെ പ്രസാദത്തിൻ്റെ കൂപ്പൺ എടുത്തിട്ട് നമ്മളിത് വാങ്ങിക്കാൻ പോകും. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത, ഈശ്വരൻ്റെ ക്ഷേത്രം എന്നുള്ള വളരെ അപൂർവമാണ് ഇന്ത്യയിലുള്ളത്. ശനി നമ്മുടെ എന്താ പറയുക ജാതകത്തിൽ ശനിയുടെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വന്ന് പൂജ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും സോൾവ് ആവുമെന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ ഇവിടെ ഈ അമ്പലത്തിനൊരു വലിയ പ്രത്യേകത നിങ്ങൾക്കറിയാം, അമ്പലം ഒരു സ്ഥലത്തും അതിൻ്റെ മൂർത്തി അമ്പലത്തിൻ്റെ പുറത്തുമാണ്. അമ്പലത്തിൻ്റെ പുറത്താണ് ഇതിൻ്റെ മൂർത്തി. നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ, അത് വളരെ അപൂർവമാണ്. സാധാരണ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് മൂർത്തി ഉണ്ടാവുക, പക്ഷെ ഇവിടെ അമ്പലത്തിൻ്റെ പുറത്താണ് ആ മൂർത്തി ഉള്ളത്. അതൊരു ഭയങ്കര ഒരു ചരിത്രത്തിന് തന്നെ വലിയൊരു സംഭവമാണ്. ഭയങ്കര ഒരു സംഭവമാണ്. പല അമ്പലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, അമ്പലത്തിൻ്റെ ഉള്ളിലായിരിക്കും അതിൻ്റെ മൂർത്തി, പക്ഷെ അമ്പലത്തിൻ്റെ പുറത്താണ് ഇതിൻ്റെ മൂർത്തി ഉള്ളത്. അതെന്താണെന്ന് എൻ്റെ കഥയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കേട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂർത്തി വേറെ എവിടുന്നോ കണ്ടു കിട്ടിയതാണ്. അത് ആ മൂർത്തി സ്ഥാപിച്ച ആൾ പുറത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതാണ് ബർഫി പ്രസാദം. ശനീശ്വരൻ്റെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം. ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. ബർഫി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ല. അതാണ് ബർഫി. എല്ലാവരും പ്രസാദം വാങ്ങിച്ച് വരുന്നു. അങ്ങനെ ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇതാണ് ഇനി ഇത് നമ്മൾ നേരത്തെ കണ്ട അമ്പലം തന്നെയാണ്. വേറെ ആണോ പോയി നോക്കാം എന്താണെന്നുള്ളത്. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ നല്ല ഇതാണ്, ഡിസൈൻസൊക്കെ കുഴപ്പമില്ല. വളരെ മനോഹരമായ ചെറിയൊരു ഉദ്യാനം ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ട്രക്ചറൊക്കെ കിട്ടില്ല. ഒമ്പത് ഗ്രഹങ്ങളുടെ ഇതാണ്, പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഈ ഗോപുരം വളരെ ഭംഗിയുണ്ട്. 9 ഗ്രഹങ്ങൾ, ബുധൻ, ശുക്രൻ, നമ്മുടെ എന്താ പറയുക 9 പ്ലാനറ്റ്സ് ഇല്ലേ, അതിനെ സൂചിപ്പിക്കുന്ന 9 ഗ്രഹങ്ങളുടെ. ഇതാണ് ബർഫി.